الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 156-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبكفرهم وقولهم على مريم بهتانا عظيما وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم إن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما. وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. ബനൂ ഇസ്രായേലിയരായ ആളുകൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെയ്ത ക്രൂരതകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ അനുസരണക്കേട് കാണിക്കുകയും ധിക്കാരം കാണിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെയും ആയത്തുകളെയും ഒക്കെ അവർ അവഗണിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്കുണ്ടായ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഖുർആൻ വിശദീകരിച്ചു തരുന്ന ഭാഗമാണ്. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് ആ വിഭാഗത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അള്ളാഹുവിൽ വിശ്വസിച്ചുള്ളൂ എന്നതാണ്. ഈമാനുള്ള ആളുകൾ ഏത് കാലത്തും വളരെ കുറവായിരുന്നു. ഇനി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ യഥാർത്ഥ വിശ്വാസം വെച്ചു പുലർത്തുന്നവർ വളരെ കുറവാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വിശ്വാസികൾ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ, അല്ലെ? അല്ലാഹുവിനെ വിശ്വസിക്കുന്നവർ കുറവായിരിക്കും. വിശ്വാസി സമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ അവർ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ക്രിസ്ത്യാനികളാണ്. ക്രിസ്തീയ സമൂഹമാണ് കൂടുതൽ. പിന്നെ പല മതക്കാരായ ആളുകളുണ്ട്. ജൂതന്മാരും കൂട്ടത്തിലുണ്ട്. വേദക്കാരിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും. ഈ ദൈവവിശ്വാസികൾ തന്നെ നിഷ്കളങ്കമായി ഏകദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ. അള്ളാഹു പറയുന്നു. അള്ളാഹ്ക്കള്ളപ്പോൾ അറിയാം. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ്. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിന് ശിർക്ക് ചെയ്തുകൊണ്ട്, പങ്കുകാരനെ ചേർത്തുകൊണ്ടാണ് അവർ അള്ളാഹുവിൽ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശിർക്ക് കലർന്ന വിശ്വാസം. ജൂതവിശ്വാസം എന്ന് പറഞ്ഞാൽ ശിർക്ക് കലർന്ന
വിശ്വാസം. ഈ അള്ളാഹെ മാത്രം വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളിലും അധികം ആളുകളും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം പോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് ഖുർആനിൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോലെ. ഒരു മുഅ്മിനും മുസ്ലിമുമായ ആള് എന്താ അതിന് ഉത്തരം പറയേണ്ടത്? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നവനായി ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയവൻ ആരാണ്? അള്ളാഹുവാണ് എന്നതാണ് യഥാർത്ഥ തൗഹീദ്. നോക്കൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും അവരിലേക്ക് വിശ്വാസത്തെ പകുത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അധികവും ഉള്ളത്. അള്ളാഹ് തന്നെ വിശ്വാസികളെ കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. അപ്പോ ബനി ഇസ്രായേലിയരുടെ അവസ്ഥയാണ് ഖലീല. അപ്പൊ പ്രവാചകന്മാര് വരുമ്പോ ഏതൊരു പ്രവാചകന്റെയും അനുയായികൾ ഭൂരിപക്ഷം ഉണ്ടാവുന്നു. പിന്നെ എന്തായിരിക്കും? കുറച്ച് ആളുകൾ മാത്രമേ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുള്ളൂ, പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നിട്ടുള്ളൂ എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ശീലവെച്ച കുറച്ച് കാരണം കൂടിയും പറയാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകനാണ് ആര്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. തൗറാത്തിന് ശേഷം അവതീർണമായ വേദഗ്രന്ഥമാണിത്, ഇഞ്ചീൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകനാണ് ആര്? ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൗലിഹിം, അവരുടെ ഈ വാക്ക് കാരണത്താലും അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് തബഅല്ലാഹു അലൈഹ, അങ്ങോട്ടാണ് തബഅല്ലാഹു അലൈഹ, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെച്ചിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനായ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ. അപ്പോ ഇവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ചേർത്തി പറയുന്നത് ആരിലേക്കാണ്? ഉമ്മയിലേക്കാണ്. ഉമ്മയിലേക്ക്. ഞാൻ അങ്ങോട്ട് ചാടിയത് അല്ലേ? അപ്പൊ അവർക്ക് ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കാനുള്ള കാരണം അവരുടെ അവിശ്വാസം കാരണം. അലാ മറിയമ്മ, മറിയം ദേവിയെ കുറിച്ചുള്ള അവരുടെ പ്രസ്താവന കാരണവും. മറിയം ദേവിയെ കുറിച്ച് അവരാണ് എന്താണ് പ്രസ്താവിച്ചത്? എന്താണ് മറിയം ദേവിയെ കുറിച്ച് അവർ പ്രചരിപ്പിച്ചത്? ബുഹ്താനൻ അലീമ, അവർ വളരെ അപകടകരമായ പ്രസ്താവനയാണ് ആരെക്കുറിച്ച് നടത്തിയത്? മറിയം ദേവിയെ കുറിച്ച് നടത്തിയത്. അപ്പൊ നമുക്കറിയാം ആരാണ് മറിയം എന്ന് കൃത്യമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേര് പരാമർശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാരാണ്? മറിയം അലൈഹ സ്വലാത്തു വസ്സലാം ആണ്. സൂറ മറിയമിൽ ഇങ്ങനെ കാണും, വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ. വേദഗ്രന്ഥത്തിൽ മറിയമിനെ കുറിച്ച് സ്മരിക്കുക പ്രവാചകരെ. ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ, തന്റെ കുടുംബത്തിൽ നിന്നും അവർ കിഴക്ക് ഭാഗത്തേക്ക് മാറി താമസിച്ചു.
ഷർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കിഴക്ക്. മക്കാൻ ഷർക്ക്. ശരിക്ക് കിഴക്ക് ഭാഗം എന്നുള്ളത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധനയ്ക്ക് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന ദിക്കാണ്. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുക? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക പടിഞ്ഞാട്ടാ? ഇല്ല, പടിഞ്ഞാറല്ല. നമുക്ക് ദിക്കില്ല. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് പടിഞ്ഞാറായിരിക്കും കേട്ടോ. ജിദ്ദയിൽ കിഴക്കോട്ടാ തിരിക്കും. ജിദ്ദയിലെത്തിയാല് അവിടെ ദിക്കേതായിരിക്കും? കിഴക്കായിരിക്കും. കാരണം നമ്മൾ തിരിയേണ്ട എങ്ങോട്ടാ? കഅബന്റെ നേരെയാണ്. കഅബയാണ് നമ്മുടെ ഖിബ്ല. അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ വൽ മുഅ്മിനീൻ ഹയ്യൻ വ മയ്യിതൻ. നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചാലും നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്ന ഇടമാണിത് ഖിബ്ല ഇതിന്റെ നേരെ. പക്ഷെ ഇവിടെ നോക്കൂ, എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളും എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവര് കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞായിരിക്കും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ദിക്കാണ് അവിടെ അവർക്ക് പ്രധാനം. നമുക്ക് എന്താണ് പ്രധാനം? കഅബയാണ്. അതാണ് നമ്മുടെ ഖിബ്ല. അതാണ് ഇവിടെ മക്കാനൻ ശർഖിയാണ് കിഴക്കിനെ പ്രത്യേകം പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. തന്റെ നാട്ടുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നൊക്കെ മാറി അവർ താമസിക്കാൻ വേണ്ടി ഒരു മറ സ്വീകരിച്ചു. മുത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. അപ്പൊ അല്ലാഹു പറയാണ് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ. അങ്ങനെ നമ്മുടെ ദൂതനെ നാം അവരുടെ അരികിലേക്ക് അയച്ചു. റൂഹ് എന്ന് ഖുർആൻ ഏത് മലക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം. തനസ്സലുൽ മലായിക വറൂഹു. അതെന്താണ് ഇറങ്ങി വരിക? ലൈലത്തുൽ ഖദറിന്റെ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് തനസ്സലുൽ മലായിക വറൂഹു. ഇവിടെ അയച്ചത് ആരെയാണ്? ഫഅർസൽനാ ഇലൈഹാ റൂഹനാ. നമ്മുടെ ദൂതൻ മലക്കിനെ അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. ഒത്ത ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് മലക്ക് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? മറിയം ബീവിയുടെ അരികിൽ മലക്ക് വന്നു. ഖാലത്ത്. അപ്പോ മറിയം ബീവിന്റെ മുമ്പിൽ മനുഷ്യൻ വരല്ലേ? മറിയം ബീവി എന്ത് പറയുന്നു? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. ഞാൻ അല്ലാഹുവിൽ കാവൽ തേടുന്നു. ഈ തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹു സൂക്ഷിക്കുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ ആരിൽ കാവൽ തേടുന്നു? ഒരു മനുഷ്യന് വരികയാണ്. വരുന്നാരാണ്? മലക്കാണ്. പറഞ്ഞാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖാല. അപ്പൊ മലക്ക് പറയുന്നത് എന്താണ്? ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. നിനക്ക് ഉത്തമനായ ഒരു സന്താനത്തെ നൽകാൻ വേണ്ടി, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് ഞാൻ. ഇത്ര കൃത്യമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഖുർആനിൽ പറയുന്നത്. ഖാലത്ത്. മറിയം ബീവി പറയാണ്, മറിയം ബീവി ഗർഭിണിയാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കാൻ പോകാൻ. അവർക്ക് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും കേൾക്കും അന്നാ യകൂനു ലീ ഗുലാം. എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? വലം യംസസ്നീ ബശറുൻ വലം അകു ബഗിയ്യ. എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല. വലം യംസസ്നി ബശർ. എന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ടില്ല. എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടാകുക? മാത്രവുമല്ല വലം അകു ബഗിയ്യ. ഞാനൊരു അഭിസാരികയൊന്നുമല്ല. ആരാണ് മറിയം ബീവി എന്ന് മറിയം ബീവിയെ കുറിച്ച് സൂറത്തുൽ തഹരീമിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു. وَضْرِبْ لَهُمْ مَثَلًا لِلَّذِينَ آمَنُوا امْرَأَتَ فِرْعَوْنَ. എന്താ? ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت
رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. കൂടാതാണ് ഫിർഔനിന്റെ ഇംറഅത്ത് ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മുഴുവൻ എല്ലാ വിശ്വാസികൾക്കും മാതൃകയായി ഉപമയായി വിശദീകരിച്ചിരുന്നു. എപ്പോ പ്രതികൂല സാഹചര്യത്തിൽ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. നജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവന്റെ ചെയ്തികളിൽ നിന്നും എന്നെ കാക്കണേ റബ്ബേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഒരു ജനതയിൽ നിന്ന് എന്നെ കാക്കണേ റബ്ബേ എന്നതുകൊണ്ടാണ് അവർ വിശ്വാസികൾക്ക് മുഴുവൻ മാതൃകയാണ്. രണ്ടാമത്തെ ഉപമ ഖുർആൻ വിശദീകരിച്ചിരുന്ന ആരാണ്? വമറിയമ ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ചാരിത്രം പാതിവൃത്യം കാത്തുസൂക്ഷിച്ച ഇമ്രാന്റെ മകൾ മറിയമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഉപമയാക്കി ഇതാ പരിചയപ്പെടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തില്ല? അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് വലം യംസസ്നി ബശറും വലം അതു ബഗിയ, ഞാൻ എന്റെ ചാരിത്രവും പാതിവൃത്യവും ഒക്കെ കാത്തു സൂക്ഷിച്ചവളാണ്. അത് അവിടെ തന്നെ പറയുന്നുണ്ട്. ആയത്തിന്റെ ബാക്കി നോക്കൂ. പിന്നെന്താ? وَنَفَخْنَا فِيهِ مِنْ رُوحِنَا وَصَدَّقَتْ بِكَلِمَاتِ رَبِّهَا وَكُتُبِهِ وَكَانَتْ مِنَ الْقَانِتِينَ. അതിനു മുമ്പ് പറയുന്നുണ്ട് അഹ്സനത് ഫർജഹ, തന്റെ ചാരിത്രത്തെ അവർ എന്ത് ചെയ്തു? കാത്തു സൂക്ഷിച്ചു. ആര്? മറിയം ദേവി. എന്നിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മലക്ക് വന്ന് പറയുകയാണ് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടാകും. അപ്പൊ മലക്കിന്റെ പ്രതികരണം എന്താണോ? അങ്ങനെയായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഉമ്മ ആകും. കാല റബ്ബുകി, നിങ്ങളുടെ റബ്ബ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടാകും. എന്താണ് റബ്ബ് പറഞ്ഞത്? അങ്ങനെ ഉണ്ടാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ലളിതമായ ഒരു കാര്യമാണ്. وَلِنَجْعَلَهُ آيَةً لِلنَّاسِ وَرَحْمَةً مِنَّا, ജനങ്ങൾക്കെല്ലാം ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാകുന്നു നാം അങ്ങനെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമ്മുടെ അരികിൽ നിന്നുള്ള ഒരു കാരുണ്യവുമായിക്കൊണ്ടാകുന്നു. വകാന അംറൻ മഖ്ദിയ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് മറിയം ബീവിക്ക് ഒരു കുട്ടി ജനിക്കും, സന്തോഷ വാർത്ത അറിയിക്കും. അങ്ങനെ എന്ത് ചെയ്തു? ഫഹമലത്ഹു, മറിയം ബീവി ആ മകനെ ഗർഭം ധരിച്ചു. വൻതബദത് ബിഹി മകാനൻ ഖസിയ, അങ്ങനെ ആ ഗർഭവും ചുമന്ന് അവർ കുറച്ച് അകന്ന സ്ഥലത്തേക്ക് മാറിപ്പോയി. അങ്ങനെ കഴിഞ്ഞപ്പോൾ പ്രസവവേദന അവര്, ഇത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ, പ്രായത്തിന് ഇങ്ങനെ എന്ത് ചെയ്യാണ് ഈ കാര്യം പറഞ്ഞു പോകുന്നത്, ഗർഭം പൂർണ്ണമായണ്ടേ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഈത്തപ്പന മരത്തിന്റെ അരികിലേക്ക് ചെന്ന് അവിടുന്ന് അവർക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. കാലത്ത് ആ പ്രയാസവേളയിൽ അവരിങ്ങനെ പറയുന്നു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആര്? മറിയണ്ടി. ഇതിനൊക്കെ ഇടയാകുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
ഞാൻ എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട അവസ്ഥയിലായി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്ര പ്രയാസം ആര് സഹിക്കുന്നുണ്ട്? മറിയന്റെ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. അവരുടെ താഴ്ഭാഗത്തു നിന്ന് ഒരു അശരീരി ഉണ്ടായി. അല്ലാ തഹ്സനി, മറിയമേ നീ ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നിന്റെ റബ്ബ് നിനക്ക് എല്ലാ എളുപ്പവും ഒരുക്കി വെച്ചിട്ടുണ്ട്. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ഏതൊരു ഈത്തപ്പനത്തടിയുടെ ചോട്ടിലാണോ നീ ഇരിക്കുന്നത്, ആ ഈത്തപ്പന നീ ഒന്ന് പിടിച്ചു കൊടുക്കണം. എന്നാൽ ഈത്തപ്പന മരത്തിൽ നിന്ന് നല്ല പാകമായ പഴം അത് നിനക്ക് വീഴ്ത്തിത്തരും. ഗർഭിണിയാണ്, പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അല്ലെ, പ്രസവവേദനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാനും പഠിക്കാനും വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുത്തൂടെ? നീറാബുക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നീറാബുക്ക് പഠിച്ചാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. അതേപോലെ പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? പിടിച്ചു കുളിക്കണം. അപ്പൊ പണിയെടുത്താലേ എന്ത് ചെയ്യുള്ളൂ? കൂലി കിട്ടുള്ളൂ. ഈ തപ്പനത്തടി പിടിച്ചു കുലിക്കാൻ ഞാൻ നിനക്ക് വീഴ്ത്തിത്തരാന്ന് പറയുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്യണം? തിന്നോളൂ, കുടിച്ചോളൂ, കൺകുളിർത്തോളൂ. മനുഷ്യന്മാരിൽ നിന്ന് ആരെങ്കിലും നീ കാണുകയാണെങ്കിൽ ഫഖൂലി, അവരോട് പറഞ്ഞേക്കുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ മൗനവ്രതത്തിലാണ്, ഞാൻ ആരോടും ഇനി സംസാരിക്കൂല എന്നാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പ്രസവം കഴിഞ്ഞു. ആ കുട്ടിയെയും ചുമന്നുകൊണ്ട് തന്റെ ജനതയുടെ അരികിലേക്ക് മറിയം ബീവി പോകും. കാലൂ, ഇത് കണ്ടു. ആരെ കയ്യിലാണ് കുട്ടി? മറിയം ബീവി. എവിടുന്ന് കിട്ടിയത്? അത് ചോദിക്കാതിരിക്കോ? യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, ഇനി വല്ലാത്ത ഒരു പ്രവൃത്തിയാണല്ലോ മറിയം നീ ചെയ്തത്. ഫരിയ എന്ന് പറഞ്ഞാൽ അദീമാണ്. വല്ലാത്ത, ചെയ്യരുതാത്ത ഒരു പണിയാണല്ലോ നീ ചെയ്തത് മറിയമേ എന്ന് ജനങ്ങളൊക്കെ പറഞ്ഞു. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ പിതാവ് മോശക്കാരനായിരുന്നില്ല. വമാ കാനത് ഉമ്മുകി ബഗിയ്യ, നിന്റെ ഉമ്മയാണെങ്കിലോ വഴിവിട്ട ജീവിതം നയിച്ചവളുമായിരുന്നില്ലല്ലോ. ബഗിയ്യ എന്ന് പറഞ്ഞാൽ ജാനിയ എന്നാണ്. ബഗിയ്യ ജാനിയ. അപ്പൊ നിന്റെ ഉമ്മ വഴിവിട്ട ജീവിതം നയിച്ചവളുമായിരുന്നില്ലല്ലോ എന്ന് അവരിങ്ങനെ പരിഹസിച്ചുകൊണ്ട് ജനങ്ങളെ പറയാൻ തുടങ്ങി. മറിയം ബീവി കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞിനായിട്ട് ഇങ്ങനെ പോകും. ഈ പ്രദേശത്ത് വിവാഹിതയാകാത്തൊരു പെണ്ണ് ഈ അങ്ങാടിയിൽ കൂടെ ഒരു കുട്ടീനെ ഇങ്ങനെ കൈക്കുഞ്ഞിന് ചോരപ്പൈകെടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഉണ്ടാക്കോ? നിങ്ങൾ ചോദിക്കൂലേ? അതേപോലെ മറിയം ബീവി ജനങ്ങളുടെ അരികിലൂടെ ഈ കൈക്കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഇങ്ങനൊക്കെ പറയും ചെയ്യുന്നു. മറിയം ബീവിനോട് മിണ്ടരുതെന്നാണ് കൽപ്പന. അപ്പൊ എന്താ പറഞ്ഞത്? കുട്ടിയിലേക്ക് ചൂണ്ടിക്കാൻ. നിങ്ങളെ ചോദ്യത്തിനൊക്കെ ആ ഒരു ഉത്തരം പറയും, ഇതാ എന്റെ കുട്ടി ഉത്തരം. قالوا كيف نكلم من كان في المهد صبيا,
ഈ തൊട്ടിലിൽ കിടക്കുന്ന ഈ കുട്ടിയോട് എങ്ങനെ നിങ്ങൾ സംസാരിക്കുക? കൈത്ത് മുക്കല്ലേ, നിങ്ങൾ എങ്ങനെ സംസാരിക്കും? എന്താ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ കുട്ടിയുടെ മറുപടി ഉണ്ട്. കുട്ടി എന്താ പറയുന്നത്? قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم. ആരാ ഈസബിന് മറിയം? എത്ര ലളിത മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് നോക്കൂ. ആരാണ് മറിയം ദേവി? ആരാണ് ഈസാ അലൈഹിസ്സലാം? ഈ പറഞ്ഞത് അത്രയും ഈസാ അലൈഹിസ്സലാം ഞാൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന അവസാനത്തെ ഭാഗം. ഇന്നി അബ്ദുള്ള. ആരാണ്? അബ്ദുള്ളയാണ്. ഇന്നി അബ്ദുള്ള, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഏത് തലമുറയിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഇസ്രായേൽ തലമുറ. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? മറക്കരുത്, അബ്ദുള്ള. ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥം അബ്ദുള്ള എന്ന്. അത് തന്നെയാണ് ഇവിടെ ആര് പറയുന്നത്? ഈസാ അലൈഹിസ്സലാം പറയുന്നത്. ഇനി അബ്ദുള്ള, ഇബ്നുള്ള അല്ല, അബ്ദുള്ള. ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ്, എനിക്ക് അല്ലാഹു ഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനി നബിയ, എന്നെ നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. വൗസാനി ബിസ്സലാത്തി വസ്സകാത്ത്, നമസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ഒക്കെ എന്നോട് അല്ലാഹു ഉപദേശിച്ചിരിക്കുന്നു. മാദും തുഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. വബർറൻ ബിവാലിദതി, എന്റെ മാതാവിനോട് പുണ്യം ചെയ്യാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബർറൻ ബി വാലിദത്തേ ഉള്ളൂ. വാലിദുണ്ടോ? ഈസാ അലൈഹിസ്സലാമിന് വാലിദുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ, അല്ലാഹു ഒരിക്കലും എന്നെ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഇവിടെ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളോ ഒന്നും ആക്കുകയില്ല. വസ്സലാമു അലൈഹി, എന്റെ മേൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകും. എപ്പോഴൊക്കെ? യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസം. വയോമ അമൂത്ത്, ഞാൻ മരിക്കുന്ന ദിവസം. വയോമ ഉബഅതു ഹയ്യാ, ഞാൻ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമൊക്കെ. ഇത്രയും കാര്യം ഈസാ നബി അലൈഹിസ്സലാം ഏത് പ്രായത്തിലാണ് പറയുന്നത്? തൊട്ടിൽ കിടന്ന് ചോര പൈതലാകുമ്പോ സംസാരിക്കുകയാണ്. അതാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ذلك عيسى بن مريم, അതാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഖൗലൽ ഹഖ് الذي فيه يمترون, ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലാണോ അവർ സംശയം വെച്ച് പുലർത്തുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള സത്യസന്ധമായ പ്രസ്താവന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതാണ്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ്, അല്ലാഹുവിന് ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാന, അവൻ പരമപരിശുദ്ധനാകുന്നു. ഇദാ ഖളാ അംറ, അല്ലാഹു ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് മതി? فإنما يقول له كن فيكون, ഉണ്ടാകൂ എന്ന് അവൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുണ്ടാകും. അങ്ങനെയുള്ളവനാണ് ആര്? ഇത്രയും ഞാൻ പറഞ്ഞ എന്താണെന്നോ, മറിയം ബീവി ആരാണ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ് എന്ന് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ അനുചരന്മാർ നബിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഹബിഷയിലേക്ക് പോകുന്നത്, എത്യോപ്യയിലേക്ക് പോകുന്നത്. ഇവിടെ ശത്രുക്കളെല്ലാം പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച സന്ദർഭത്തിലാണ് എത്യോപ്യ എന്ന് ഭരിച്ചിരുന്നത് ആരായിരുന്നു? നാഗേഷ് രാജാവായിരുന്നു, നജ്ജാശി. ആ നജ്ജാശിയുടെ അരികിൽ അവർ ചെന്നപ്പോ മക്കയിൽ നിന്ന് മുശ്രിക്കുകളായ ചില ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇവർക്ക് അഭയം നൽകരുത്, അവർക്ക് സംരക്ഷണം നൽകരുത്, അവർ ഞങ്ങളുടെ ദീനിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പുതിയ ദീനം ഉണ്ടാക്കി വരുന്ന ആൾക്കാരാണ് എന്നാണ് പരിചയപ്പെട്ടത്. അപ്പൊ നജ്ജാശി രാജാവ് ഇവരോട് ചോദിക്കുന്നുണ്ട്. ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിന്റെ നേതാവ്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവർ പറയുന്നത് ശരിയാണോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിട്ട് ഇസ്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി, ഈസയെ പറ്റി നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് എന്നാര് ചോദിക്കുന്നുണ്ട്? നജ്ജാശി രാജാവ് ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്നത് ഏതാണ്? സൂറ മറിയമിലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറിയം ബീവിയെയും പറ്റി പറയുന്ന ഈ ഭാഗങ്ങൾ. ഇത് കേട്ടുകൊണ്ട് നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിക്കും. അപ്പൊ കൃത്യമായി അവരുടെ തന്നെ വേദഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള ഈസാ നബിയെ കുറിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വിവരമുള്ള ജ്ഞാനിയായ ഒരാളായിരുന്നു ആര്? നജ്ജാശി രാജാവ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമായി അത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ എത്രയോ ക്രിസ്തീയ പണ്ഡിതന്മാർ അതുപോലെ തന്നെ ജൂത പണ്ഡിതന്മാരും ഒക്കെ ഇസ്ലാം സ്വീകരിക്കാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ ആ ഒരു വിശദീകരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ബുഹ്താനൻ അത് അപരാധമാണ്. ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു പരത്തുന്ന ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അതാണ് അപരാധം, അപവാദം. അത് ആരെ കുറിച്ച് അവർ പറഞ്ഞു വരുത്തി? മറിയതാണ് ഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അദീമാ. മറിയം ബീവിയെ കുറിച്ച് അവർ ഈ അപരാധം പറഞ്ഞു പരത്തിയതിനാലും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വച്ചിരിക്കുന്നു. വഖൗലിഹിം, ഇനി അവർ ഇത് പ്രസ്താവിച്ചത് കാരണത്താലും ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്. ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ, ഈസാ മസീഹിനെ ഞങ്ങൾ വധിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അതാരാ പറഞ്ഞത്? ഈസാ നബി ഞങ്ങൾ കൊന്നു എന്ന് ആരാ പറഞ്ഞത്? ജൂതന്മാരാണ്, യഹൂദികളാണ് പറഞ്ഞത്. അതിനാലും അവരുടെ ഹൃദയങ്ങൾക്ക് നാം സീൽ വെച്ചിരിക്കുന്നു. വമാ ഖതലൂഹു, അവർ ഒരിക്കലും അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. വമാ സ്വലബൂഹു, ഒരിക്കലും അവർ അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടുമില്ല. സ്വലബ എന്ന് പറഞ്ഞാൽ ക്രൂശിച്ചു, കുരിശിലേറ്റി. വലാക്കിൻ, പക്ഷെ ഉണ്ടായത് എന്താണ്? ശുബ്ബിഹ ലഹും എന്നാണ്, അവർക്കിടയിൽ സാദൃശ്യമാക്കപ്പെട്ടു കൊടുത്തു എന്ന്. അപ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരാളെ എന്ത് ചെയ്തു? അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് തിരിച്ചറിയാതെയാവുകയാണ് ഉണ്ടായത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരാളെ അവർ പിടിച്ചു കൊണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ കുരിശിലെത്തിയിട്ടുണ്ട്. എന്നാൽ വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കാര്യത്തിൽ, വിശ്വാസത്തിൽ ഭിന്ന വീക്ഷണങ്ങൾ വെച്ച് പുലർത്തിയിട്ടുള്ള ആളുകൾ ലഫീ ശക്കിൻ മിൻഹു, അദ്ദേഹത്തെ കുറിച്ചുള്ള സംശയത്തിൽ തന്നെയാണ് ഉള്ളത്. മാലഹും ബിഹി മിൻ ഇൽം, അങ്ങനെയുള്ള ആളുകൾക്ക് അറിവിൽ നിന്ന് യാതൊന്നും ലഭിച്ചിട്ടില്ല. അവർ ചെയ്യുന്നത് എന്താ? ഇല്ലത്തിബാഉൻ, ഊഹത്തെ പിൻപറ്റുകയാണ് അവർ ചെയ്യുന്നത്.
വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വധിച്ചിട്ടില്ല. ഇതിനുണ്ടായത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലേക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉയർത്തുകയാണ് ഉണ്ടായത്. സൂറ ആൽ ഇംറാനിൽ നമ്മൾ പഠിച്ചു, 55-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. ആ ഭാഗം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഈസാ അലൈഹി സ്വലാമിനോട് പറയാൻ, യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, മൂസയെ നിന്നെ ഞാൻ എന്റെ അരികിലേക്ക് ഉയർത്തുകയും പൂർണ്ണമായി എടുക്കുകയും ചെയ്യുകയാണ്. ഇന്നി മുതവഫീക, തവഫ എന്ന് പറഞ്ഞാൽ അഖദ ശൈഅ വാഫിയെന്ന്, ഒരു വസ്തുവിനെ പരിപൂർണമായി എടുക്കുന്നതിനാണെന്ന് പറയാം തവഫ. ഇന്നി മുതവഫീക, ഞാൻ നിന്നെ എടുക്കുകയാണ് പരിപൂർണമായി. വറാഫിഉക ഇലയ്യ, എന്റെ അരികിലേക്ക് നിന്നെ ഉയർത്തുകയാണ്. വമുതഹ്ഹിറുക മിനല്ലദീന കഫറൂ, സത്യനിഷേധികളിൽ നിന്നെല്ലാം നിന്നെ ഞാൻ ശുദ്ധിയാക്കുകയും ചെയ്യുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൂറ ആൽ ഇംറാനിലാണ് ഈ കാര്യം പറയുന്നത്. വജാഇലുല്ലദീന തബഊക ഫൗകല്ലദീന കഫറൂ ഇലാ യൗമിൽ ഖിയാമ, അപ്പോ നിന്നെ പിന്തുടർന്ന ഈ ആളുകളെയെല്ലാം തന്നെ സത്യനിഷേധികൾക്ക് മുകളിലായി അന്ത്യദിനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കും. സുമ്മ ഇലയ്യ മർജിഉക്കും, എന്നിലേക്കാണ് നിങ്ങൾ മടങ്ങി വരേണ്ടത്. ഫഅഹ്കുമു ബൈനക്കും ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലെല്ലാം നാം അന്ന് വിധി കൽപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒക്കെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ്. ആര്? ഈസാ അലൈഹി സ്വലാം. മുസ്ലിങ്ങൾ എന്താ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി വിശ്വസിക്കുന്നത്? റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ദൂതനാണ്. എന്നൊക്കെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? അതാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ജൂതന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശ്വസിക്കുന്ന എന്താണ്? ഞങ്ങൾ അദ്ദേഹത്തെ കുരിശിൽ തറച്ചുകൊണ്ട് ശപിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞിരിക്കുന്നു, കൊന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ് ആരുടെ വിശ്വാസം? ജൂതന്മാരുടെ വിശ്വാസം. ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മനുഷ്യർ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കുരിശ് മരണം വരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാണ് കൃത്യമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സത്യമായ വിശ്വാസത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തുകളിലൂടെ വിശദീകരിച്ചു തരുന്നത്. അവര് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും അതേപോലെ തന്നെ മറിയം ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയതിനാലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് പറഞ്ഞതിനാലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി ജൂതന്മാര് ഖുർആൻ പറയുന്നുണ്ട്, വഖാലത്തിൽ യഹൂദ് ഉസൈർ നബിയുല്ലാ, ജൂതന്മാര് പറയുന്നത് എന്താണെന്നോ? ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന്. ആരായി ഉസൈർ? ഉസൈർ ഖുർആനിൽ പറഞ്ഞ ആളല്ലേ? ആ ഉസൈറിനോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസം, ജൂതന്മാരുടെ വിശ്വാസം, അവർക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കൽപ്പെട്ട ഒരാളാണ് ആര്? ഉസൈർ എന്നാണ്. എന്നാൽ ഉസൈർ ആരാണ് എന്നതിന് ഖുർആനിൽ പറഞ്ഞ ഉസൈർ ആരാണ് എന്നത് ഈ സൂറ അൽ ബഖറയിൽ തന്നെ കാന റജുലൻ സ്വാലിഹൻ യഅ്തബിറുഹു യഹൂദ അന്നഹു മിൻ അംബിയാഇ ബനി ഇസ്രായീൽ. എന്നാൽ അള്ളാഹു 100 വർഷം മരിപ്പിച്ചു കിടത്തിയ ഒരാളുടെ കഥ സൂറ അൽ ബഖറയിൽ പറയുന്നു, അല്ലേ? 100 കൊല്ലം ഒരാളെ മരിപ്പിച്ചു കളഞ്ഞു. സുമ്മബഅസോ, പിന്നീട് ഉയർത്തി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളാര്? ഉസൈർ.
വകാന റജുലൻ സാലിഹൻ, അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു. ബനീ ഇസ്രായേലിലെ ആളുകൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ അവർക്ക് വേദപുസ്തകം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിച്ചിരുന്ന സാലിഹായ ഒരു വ്യക്തിയായിരുന്നു അത് വിജയൻ. അയാൾ ഇതിനുള്ള അദ്ദേഹം ദൈവപുത്രനാണ് എന്നതാണ് ആരുടെ വിശ്വാസം? ജൂതന്മാരുടെ വിശ്വാസം. അതായത് വക്കാലത്തിൽ യഹൂദ് ഉസൈറുൻ ഇബ്നുല്ലാഹ് വക്കാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. മസീഹ ദൈവപുത്രനാണ് എന്നാര് പറയുന്നു? ഇത് അത് അവരുടെ വായകളെ കൊണ്ട് പറയുന്ന വെറും പ്രസ്താവന മാത്രമാണ്. ഇതിനു മുമ്പുള്ള അവിശ്വാസികളുടെ വാക്കുകളും പ്രസ്താവനകളും കടമെടുത്തുകൊണ്ടാണ് അവർക്ക് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ സത്യമാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മോട് ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇത്രയും പറഞ്ഞത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും അതേപോലെ തന്നെ മറിയം, അവരുടെ മാതാവ് മറിയം ബീവിയെ കുറിച്ചുമാണ്. ഇനി നോക്കൂ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തിന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യും? അന്ത്യദിനത്തിന്റെ മുന്നോടിയായി വരുന്ന അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ, അത് ചെറിയ അടയാളങ്ങളെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, വലിയ അടയാളങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ 100ഓളം അടയാളങ്ങൾ, അശ്റാത്തു സാഅ, അന്ത്യദിനത്തിന്റെ മുന്നോടിയായി ഉണ്ടാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് പ്രവാചകൻ വിശദീകരിച്ചത് നമുക്ക് വളരെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുണ്ട്. ഈ സൂക്കുകൾ, വലിയ വലിയ മാർക്കറ്റുകളൊക്കെ ധാരാളമായി ഉണ്ടാകും. സൂപ്പർ മാർക്കറ്റുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാകും, അറിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ മദ്യവും അതേപോലെ തന്നെ ലഹരിയുടെ ഉപയോഗവും സാർവത്രികമാകുന്നു. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഈ ലഹരി മരുന്നിനും മദ്യത്തിനുമൊക്കെ പ്രത്യേകം പേരുകൾ ഇട്ട് വിളിച്ച് അതിനെ ഉപയോഗിച്ചു തുടങ്ങുന്നു. ഇതൊക്കെ നമുക്ക് പറ്റിയ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് നടക്കുന്നുണ്ടോ? വ്യഭിചാരം അത് സാർവത്രികമാകുമെന്നാണ്. അത് നടക്കുന്നുണ്ടോ? നോക്കി നിങ്ങൾ. മാത്രമല്ല, പിന്നെ വഴിക്കവലകളിലും റോഡരികളിലും വെച്ച് മനുഷ്യന്മാർ ഇങ്ങനെ വ്യഭിചരിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് അവരുടെ മനസ്സിൽ ഈമാനുള്ള ഒരാൾ പറയും, ഒരു മരന്റെ അപ്പുറത്തേക്ക് നിന്ന് ചെയ്തോടെ ചങ്ങാതിമാരെ. അങ്ങനത്തെ ഒരു കാലം വരും എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യനെ കാണുകയാണ്, മനുഷ്യനെ കാണുക. അപ്പൊ മനുഷ്യനെ കാണുക പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഇറങ്ങി നോക്കിയാൽ മതി. മനുഷ്യന്മാരെ കാണുന്നുണ്ടോ? മനുഷ്യന്മാരെ കാണിച്ചു കൊടുക്കാൻ ഇത് ചെയ്യുന്നവരുണ്ട്. പച്ചക്ക് മനുഷ്യന്മാർക്ക് ഇത് എല്ലാം തന്നെ പിന്നെ പരസ്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ അതൊക്കെ ഇപ്പോൾ സാർവത്രികമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ട ചില കാര്യങ്ങളിൽ വലിയ അടയാളങ്ങൾ വരികയാണെങ്കിൽ തന്നെ അധിക കാലം ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് പ്രവാചകൻ കുറിച്ച് പറയും. അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു മണിമാല പൊട്ടി അതിലെ മുത്തുമാല പൊട്ടി അതിലെ ഓരോ മുത്തുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വീഴൂലേ? ഒന്നും സംഭവിച്ചു തുടങ്ങിയാൽ അതേ സമയത്തിന് ഓരോന്നിങ്ങനെ വരും. പിന്നെന്തായിരിക്കും? പിന്നെ അന്ത്യദിനം സംഭവിക്കും. അന്ത്യദിനം സംഭവിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹ് 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 എന്ന് വിളിക്കാൻ ആരുമില്ലാത്ത ഒരു അവസരത്തിലായിരിക്കും എന്ത്? അന്ത്യദിനം സംഭവിക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താണോ? അന്ത്യദിനത്തിന്റെ ആ ഭീകരതകളിലും ഭയാനകതകളിലും ഈമാനിന്റെ ഒരംശമെങ്കിലും ഉള്ള ആളുകൾ ഉൾപ്പെടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തണുത്ത കാറ്റടിച്ചു വീശും.
ഈമാനുള്ള ആളുകളൊക്കെ ആ കാറ്റിന്റെ തലോടലേക്ക് അവർ സ്വാഭാവിക മരണമാണ്. പിന്നെ അള്ളാഹനെ വിളിക്കാൻ മനസ്സിൽ തോന്നാത്ത ആളുകളായിരിക്കും മറ്റുള്ളതിനൊക്കെ വിധേയരാവുക എന്നത് ഹദീസിൽ കാണുന്നു. അതിന്റെ ഇത് വളരെ ചുരുക്കികളെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് ആര് വരിക? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹക്കമൻ മുഖസിത്തൻ എന്നാണ്, നീതിമാനായ ഒരു ഭരണകർത്താവായി നിങ്ങൾക്കിടയിൽ ഇറങ്ങിയത്. എന്നിട്ട് അദ്ദേഹം ഭരണം നടത്തും, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കും. അപ്പൊ ഏത് ദീനായിരിക്കും? ഇഞ്ചീലാണോ? അല്ല, എന്തിലേക്കാ ക്ഷണിക്കുക? ഖുർആൻ. കാരണം അവസാന വേദഗ്രന്ഥം എന്താണ്? ഖുർആൻ. അവസാനത്തെ സമൂഹം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറു ഉമ്മ ആരാണ്? നമ്മുടെ ഈ സമൂഹം. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക്, ഈ ദീനിലേക്ക് ജനങ്ങളെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ടാണ് അവസാനം ഇത് സംഭവിക്കുക എന്നുകൂടി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നോക്കൂ, ഈ ആയത്തും കൂടി എടുക്കാം അല്ലെ? അതെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞാണ്. മസീഹ് എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തപ്പെട്ടവൻ എന്ന ഒരു അർത്ഥം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദജ്ജല എന്ന പദത്തിന്റെ അർത്ഥം കെസബ എന്നാണ്. നമുക്ക് ഇതിന് പ്രാർത്ഥനയിൽ പറയുന്ന ഒരു പേരാണ് ദജ്ജല എന്ന് പറഞ്ഞാൽ കെസബ. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താ? കസാബ്. ദജ്ജാലിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? ദജ്ജല മഅനാഹു കസബ, ദജ്ജാലുൻ കസാബുൻ. മനസ്സിലായല്ലോ? അപ്പൊ അവൻ പറയുന്നതൊക്കെ എന്തായിരിക്കും? കള്ളത്തരങ്ങളായിരിക്കും. എന്നാൽ അവൻ വന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും കുറെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാൽ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ ക്ലാസ് എടുക്കണം. പിന്നെ അതെ, അതുകൊണ്ടാണല്ലോ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടി പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥനയാണ് നമസ്കാരമാണ് പൂർണ്ണമാവുക എന്ന് റസൂൽ പറഞ്ഞല്ലോ. നമസ്കാരത്തിന്റെ പരിപൂർണതയെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഈ പ്രാർത്ഥന 4 കാര്യങ്ങളെ കുറിച്ച് കാവൽ തേടി പ്രാർത്ഥിക്കണം. അതെന്താണ്? നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദുബിക മിൻ അദാബി ജഹന്നം, അദാബി ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് റബ്ബേ കാവൽ തേടുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിത ഘട്ടത്തിലും മരണവേളയിലുമൊക്കെയുള്ള ഫിത്നകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നിന്നോട് കാവൽ തേടുന്നു. പിന്നെ പറഞ്ഞെന്താണ്? വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാൽ വന്ന് അവൻ ചെയ്യുന്ന ഒരുപാട് ഫിത്നകളുണ്ടോ, അതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഈ 4 കാര്യങ്ങളൊന്ന് കാവൽ തേടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വലാത്തിന് ശേഷം നിസ്കാരത്തിൽ അധികം ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ലെങ്കിൽ, നിസ്കാരം ചുരുക്കേണ്ട ഒരു ഘട്ടത്തിൽ വരികയാണെങ്കിൽ ചുരുങ്ങിയത് ഈ ദുആനെങ്കിലും എന്ത് ചെയ്യാം? നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അത് നമസ്കാരത്തിന്റെ പരിപൂർണതയുടെ ഭാഗമാണ് എന്ന് ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, ആ പാരഗ്രാഫ് നമുക്ക് അവസാനിക്കാം. വകാനല്ലാഹു അസീസൻ ഹകീമ ബറഅല്ലാഹു ഇലൈഹി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലേക്ക് വെച്ചു. ഈസാ നബിയെ കുറിച്ച് ഇനിയും കുറെ കാര്യങ്ങൾ ഈസാ നബി അലൈഹി സ്വലാം ഈസാ അലൈഹി സ്വലാമുക്ക് നൽകിയ മുഅ്ജിസത്ത് മറ്റൊരു അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ലാത്ത മുഅ്ജിസത്താണ്. മരിച്ച ആൾക്കാരെ ജീവിപ്പിച്ചിട്ടുണ്ട്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകി, വെള്ളപ്പാട് എന്ത് ചെയ്തിട്ടുണ്ട്? സുഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് സമയമല്ല, പിന്നെ സാന്ദർഭികമായ അവസരം കിട്ടുമ്പോൾ വിശദീകരിക്കാം. ഇതൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ആരുടെ അനുവാദത്തോടു കൂടിയാണ്? ഓരോ കാര്യം പറഞ്ഞിട്ട് എന്റെ പെർമിഷനോടുകൂടി. ആരുടെ പെർമിഷനോടുകൂടി? അല്ലാഹു സുബ്ഹാനഹു വ തആല.
അപ്പൊ അമ്പിയാക്കൾ എന്ത് മൊഴിസത്ത് അമാനുഷികമായ കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടോ അത് അവരുടെ കഴിവുകൊണ്ടാണോ? അല്ല. പിന്നെയോ അള്ളാഹുവിന്റെ സമ്മതത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന കഴിവ് കൊണ്ട് തന്നെ ഓരോ സംഗതി നടക്കുമ്പോഴും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്, അല്ലാതെ അത് അവരുടെ കഴിവല്ല. അവർക്ക് നിങ്ങൾ നിയ്യത്തും കൽപ്പിക്കേണ്ടതില്ല അതിന്റെ പേരിൽ എന്ന് ബോധ്യപ്പെടുത്താനാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നോക്കൂ, وَإِن مِّنْ أَهْلِ الْكِتَابِ إِلَّا لَيُؤْمِنَنَّ بِهِ قَبْلَ مَوْتِهِ وَيَوْمَ الْقِيَامَةِ يَكُونُ عَلَيْهِمْ شَهِيدًا. وَإِن مِّنْ أَهْلِ الْكِتَابِ വേദക്കാരിൽ നിന്ന് ആരും തന്നെയില്ല ഇല്ലാ ലയുമിനന്ന ബിഹി അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടല്ലാതെ. ആരും വിശ്വസിച്ചിട്ടല്ലാതെ? ആരില്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വേദക്കാരിൽ നിന്ന് എല്ലാവരും വിശ്വസിക്കുന്നപ്പോ പറയുന്നത് എന്തിനു മുമ്പ്? ഖബ്ല മൗതിഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ്. ഈസാ അലൈഹി സ്വലാം മരിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹി സ്വലാം മരിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ് വേദക്കാരിൽ നിന്ന് എല്ലാ ആളുകളും ആരിൽ വിശ്വസിക്കും? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുമെന്നാണ്. പിന്നെയോ വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ അന്ത്യദിനത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെല്ലാം സാക്ഷിയാവുകയും ചെയ്യും. യകൂനു അലൈഹിം ചെയ്ത ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അതിനെയൊക്കെ ആര് നിഷേധിക്കും? ഈസാ അലൈഹി സ്വലാം ദൈവപുത്രനാണെന്നൊക്കെ പറയുന്നില്ലേ, അതിനെയൊക്കെ ആര് നിഷേധിക്കും? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നിഷേധിക്കും. സൂറ മാഇദയുടെ അവസാന ഭാഗം അത് കൃത്യമായി വിശദീകരിച്ചിരുന്നുണ്ട്. അടുത്ത ക്ലാസിന്റെ ആദ്യത്തിൽ നമുക്കത് ഇൻഷാ അല്ലാഹ് തുടർച്ചയായി പഠിക്കും. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകുന്നു. ഇവിടെ നോക്കൂ, ഇല്ലാല യുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി. ഖബ്ല മൗതിഹി എന്നുള്ള അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞല്ലോ, അത് ആരാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എന്താണോ, അതിനു മുമ്പ് പറഞ്ഞ ബിഹി ആരാണ്? ഇല്ലാല യുഅ്മിനന്ന ബിഹി. ഇല്ലാല യുഅ്മിനന്ന ബിഹി അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചിട്ടില്ലാതെ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സർവനാമം തന്നെയാണ് അതിനുശേഷം വന്ന ഖബ്ല മൗതിഹി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ്. ഇതിങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണോ, ഈ ആയത്തിന് വേറൊരു തഫ്സീർ കൂടി നൽകുന്നു. വേദക്കാരിൽ നിന്ന് ആരും തന്നെ ഇല്ല അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിട്ടല്ലാതെ. അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് ആ ദമീറിനെ സർവനാമത്തെ വേദക്കാരിലേക്ക് ചേർത്തി പറയുന്നുണ്ട്. ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്ന ജൂതനും ക്രിസ്ത്യാനിയുമായ എല്ലാ ആളുകളും മരിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്ത് ബോധ്യമാകും? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല, അദ്ദേഹം പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാതെ. പക്ഷെ ആ വിശ്വാസത്തെ കൊണ്ട് കാര്യമുണ്ടോ? മരണം തൊണ്ടക്കുഴിയിൽ എത്തിയ ഒരു സന്ദർഭത്തിൽ ഇല്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നത് വിശ്വസിച്ചതോട് കാര്യമുണ്ടോ? ആ വിശ്വാസം കൊണ്ട് എന്തില്ല കാര്യം. അങ്ങനെ ഒരു വിശദീകരണം കൂടി അതിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് അങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ജനതകൾ, അവരെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഈമാനിന്റെ ദൃഢീകരണത്തിനും പൂർത്തീകരണത്തിനും വേണ്ടി കൂടി ആവശ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ,
ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും എല്ലാവർക്കും മഹപ്പുറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന അനുഗ്രഹീതമായ ഒരു സാഹചര്യത്തിലൂടെ നീ കഴിച്ചു കൂട്ടിത്തരണമേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.